മക്കത്ത് മുക്കറമ എന്ന് എഴുതി വെച്ച് ആ പ്രദേശത്താണ് പ്രവാചകൻ ജനിച്ചു എന്ന് പറയപ്പെടുന്ന പ്രദേശം. ഒരു അനുമാനമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പഴയ പൊടിഞ്ഞു ചാടാറായ ഒരു വീടുണ്ടായിരുന്നു. പലരും ഹറമിലേക്ക് പോകുന്ന അതേ ഭവ്യതയോട് കൂടി ആ വീട്ടിന്റെ അടുത്തേക്കും പോവുകയും അവിടെ നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കാരണം അത് പൊളിച്ചു മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്തു? പൊളിച്ചു മാറ്റിയിട്ട് എന്ത് ചെയ്തു? അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അതൊരു മക്തബാക്കി മാറ്റി, ഒരു ബുക്ക് സ്റ്റാളാക്കി മാറ്റി. രണ്ടാമത്തത് സംസം, ഞാൻ പറഞ്ഞിരുന്നു ശുദ്ധീകരിക്കാത്ത സംസം എടുക്കുന്ന പ്രദേശം എന്ന് പറഞ്ഞത് ആ ടെന്റുള്ള അവിടെ ഒരു കിണറുണ്ട്. അവിടെ സംസം നേരിട്ട് കൊടുക്കുന്ന സ്ഥലമാണ്. ഒരു ടെന്റ് ഉണ്ടല്ലേ, അത് ശുദ്ധീകരിക്കപ്പെടാതെ തന്നെ ഒറിജിനൽ സംസം എടുത്തിട്ട് കൊടുക്കുന്ന പ്രദേശം ആ കാണുന്നത്. പിന്നെ നമ്മുടെ മലയാളികൾ പൊതുവെ പറയാണ്ട് അബൂജഹലിന്റെ കക്കൂസ് കണ്ടോന്ന് ചോദിക്കും നാട്ടിലെത്തിയാല്. ആ മലയാളികൾ വെറുതെ പറയുന്നതാണ് ഇത് അബൂജഹൽ താമസിച്ചിരുന്ന പ്രദേശം എന്ന് പറയപ്പെടുന്നു. അല്ലാഹു ആലം. അവിടെയാണ് പിൻകാലത്ത് ആയിരക്കണക്കിന് കക്കൂസ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇതിന്റെ പേര് മലയാളികളുടെ ഇടയിൽ അബൂജഹലിന്റെ കക്കൂസ് എന്നാ. നാട്ടിലെത്തി ആരും ചോദിക്കുന്നത് എല്ലാം കണ്ടു വെച്ചതിന്റെ കൂട്ടത്തിൽ അബൂജഹലിന്റെ കക്കൂസ് കണ്ടിരുന്നു. അപ്പൊ കണ്ടില്ലാന്ന് പറയേണ്ട അയച്ചിട്ട് പറഞ്ഞു തരണം. പിന്നെ നമ്മുടെ ഇടതു ഭാഗത്ത് കാണുന്നത് ഷാബ് അബി താലിബ്. കുറച്ച് വിശദമായിട്ട് പറയേണ്ട സംഗതിയാണ്. കുറച്ചുകൂടെ നീങ്ങി നിന്നാലും വലിയ കുഴപ്പമുണ്ടാകാൻ തോന്നുന്നു. ഷാബ് അബി താലിബാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വർഷക്കാലം മക്കക്കാർ ഉപരോധം ഏർപ്പെടുത്തി. ആ ഉപരോധം ഏർപ്പെടുത്തിയ സമയത്ത് റസൂലിനെ അനുകൂലിക്കുന്ന ആളുകളും താമസിച്ച ഒരു മലയായിരുന്നു അത്. അവിടെ നിന്നിട്ട് ഇറങ്ങാനുള്ള സൗകര്യമോ അല്ലെങ്കിൽ പെർമിഷനോ ഇല്ലായിരുന്നു. ഭക്ഷണം പോലും കിട്ടാഞ്ഞിട്ട് പച്ചില ഭക്ഷിച്ചു, ആട് കാഷ്ടിക്കുന്നവരെ കാഷ്ടിച്ചു എന്നൊക്കെ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പ്രദേശമാണ് ഈ കാണുന്ന ഷാബ് അബി താലിബ്. അബി താലിബിന്റെ ചെരുവ് അബൂ ഖുബൈസ് എന്നാണ് ആ മലയുടെ പേര്. ഷാബ് അബി താലിബ് എന്നും പറയപ്പെടും. അവിടെയായിരുന്നു പ്രവാചകൻ താമസിച്ചിരുന്നത്. 3 വർഷക്കാലം ഉപരോധത്തിൽ ഏർപ്പെടുത്തിയ സമയത്ത് താമസിച്ച മലയാണ്. പിൻകാലത്ത് അവിടെ ഒരുപാട് ആളുകൾ താമസക്കാരുണ്ടായിരുന്നു. പഴയകാല നിർമ്മിതികളാണ് കാണുന്നത്. അതൊക്കെ ഇപ്പോൾ ഒഴിവാക്കിയിട്ട് മക്കയുടെ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി